ഹായ് എവ്രിവൺ, അപ്പോൾ എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് നമ്മുടെ കുഞ്ഞു മക്കളുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ചില കുട്ടി ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ്. എല്ലാം കുട്ടിയല്ല, കുറച്ച് വലിയ സെൻറ്റൻസസ് ഉണ്ട്. എപ്പോഴും പാരൻസിന് കുഞ്ഞുങ്ങളുടെ അടുത്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ, നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ താല്പര്യമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ലാംഗ്വേജ് പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അവരുടെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. ഒന്നാമത്തെ സെൻറ്റൻസ് ഏതാണെന്നറിയോ? എൻ്റെ കയ്യിൽ പിടിക്കുക, എൻ്റെ കയ്യിൽ പിടിക്കുക അല്ലേ? നമ്മൾ കുഞ്ഞു മക്കളായിട്ട് ഇങ്ങനെ നടന്നൊക്കെ പോകുമ്പോൾ അവർക്ക് എപ്പോഴും ഒരു മുതിർന്നു ഇനി അമ്മയുടെ കയ്യിലൊന്നും പിടിക്കേണ്ട കാര്യമില്ല, അല്ലാണ്ട് നടക്കാനൊക്കെ ആയിട്ട് അവർക്ക് വല്ലാത്ത ആഗ്രഹമാണ് അല്ലേ? പക്ഷെ നമുക്ക് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലൊരു ടെൻഷനാണ്, നമ്മുടെ കൈ വിട്ടു പോയ കുഞ്ഞ് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് പറയും എൻ്റെ കയ്യിൽ പിടിക്കുക, എൻ്റെ കയ്യിൽ പിടിക്കുക എന്ന് പറയല്ലേ? ഓക്കെ, അടുത്ത പ്രാവശ്യം എന്ന് പറയും കുഞ്ഞിൻ്റെ അടുത്ത് അത് ഇംഗ്ലീഷിൽ പറയണം. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഹോൾഡ് മൈ ഹാൻഡ്. ഓക്കെ, എൻ്റെ കയ്യിൽ പിടിക്കുക, ഹോൾഡ് മൈ ഹാൻഡ്. ഓക്കെ, അപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് ഇംഗ്ലീഷിൽ പറയണം എങ്ങനെ? ഹോൾഡ് മൈ ഹാൻഡ്. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിയോ കേട്ടോ, ഹോൾഡ് മൈ ഹാൻഡ്. ഓക്കെ, ചിലപ്പോൾ തോന്നുന്നുണ്ടോ ഈ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ ഇതൊക്കെ പറയാമെന്ന്? എന്നെ ഒരു കുഞ്ഞായിട്ട് കണ്ടാൽ മതി. എന്നിട്ട് പറഞ്ഞു എങ്ങനെ? ഹോൾഡ് മൈ ഹാൻഡ്. ഓക്കെ, ഹോൾഡ് മൈ ഹാൻഡ്. ഓക്കെ, അടുത്ത പ്രാവശ്യം ചിലപ്പോൾ പറയുമ്പോൾ കൊച്ചു ചിലപ്പോൾ രൂക്ഷമായിട്ട് നിങ്ങൾ നോക്കിയെന്നൊക്കെ വരും. അപ്പോൾ പറയണം അമ്മയ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് തീരുമാനിച്ചു, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞേക്കണം. എങ്ങനെ? ഹോൾഡ് മൈ ഹാൻഡ്. ഓക്കെ, ഇപ്പോൾ നമുക്കിനി രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം. വേഗാകട്ടെ. ഓക്കെ, ഈ ദിവസങ്ങളൊക്കെ ഒരുവിധം എല്ലാ വീടുകളിലും കേൾക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അല്ലേ? നമ്മൾ രാവിലെ കുഞ്ഞിനെ വിളിച്ചെണീപ്പിച്ച് ഭക്ഷണം കൊടുത്ത് സ്കൂളിലേക്ക് വിടാനായിട്ടുള്ള ഒരു തത്രപ്പാടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങളും കുഞ്ഞിൻ്റെ അടുത്ത് പറയുമ്പോൾ കുഞ്ഞ് അവാർഡ് സിനിമയിലെ നായകൻ്റെ പോലെ ആയിരിക്കും പെർഫോം ചെയ്യുക. ഓക്കെ, പല്ല് തേക്കാൻ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യമൊക്കെ തേക്കുന്നത് പതുക്കെ അതിന് വേദന എടുക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. ഓരോ സമയത്തും നമ്മൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും പുസ്തകം മടക്കി വയ്ക്കുമ്പോഴും പല്ല് തേക്കുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ നമ്മൾ പറയും വേഗാവട്ടെ എന്ന് പറയും. ഓക്കെ, എങ്ങനെ ഇംഗ്ലീഷിൽ പറയാതെ? ഹറിയപ്പ്. ഓക്കെ, എങ്ങനെ പറയാം? ഹറിയപ്പ് എന്ന് പറയാം. ഓക്കെ, ഹറിയപ്പ്. ഓക്കെ, നാളെ തുടങ്ങി ഇനി ഹറിയപ്പിൻ്റെ ബഹളാക്കി വെച്ചേക്കരുത്, ഹറിയപ്പ്. കുട്ടികളുടെ അടുത്ത് മാത്രമല്ല കേട്ടോ, വീട്ടിലുള്ള ആളുടെ അടുത്തൊക്കെ പറയാം. ഓക്കെ, ഞാനൊക്കെ വീട്ടിൽ ചില സ്ഥലത്തേക്ക് ഇറങ്ങാനൊക്കെ നിൽക്കുമ്പോൾ ഭാര്യയുടെ അടുത്ത് അമ്മയുടെ അടുത്തൊക്കെ പറയും ഹറിയപ്പ്, ഒന്ന് വേഗാകട്ടെ എന്ന് പറയും അല്ലേ? ഹറിയപ്പ്. എന്നെ നോക്ക്. ചില കള്ളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളത് പിടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പറയുമ്പോൾ അവർ ആകാശത്തേക്കും വീട്ടിലുള്ള ചുവരിലേക്കൊക്കെയാണ് നോക്കുക. നമ്മുടെ മുഖത്തേക്ക് ജന്മമുണ്ട് അവർ നോക്കില്ല. അപ്പോൾ നമ്മൾ പറയും എന്നെ നോക്ക് എന്ന് പറയല്ലേ? അപ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുക്കണമെങ്കിൽ, ചില പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു സ്പീച്ച് പഠിപ്പിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്നെ നോക്ക്, അമ്മയെ നോക്ക്, അപ്പയെ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയും. എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ലുക്ക് അറ്റ് മീ. ഓക്കെ, ലുക്ക് അറ്റ് മീ. ഓക്കെ, ലുക്ക് അറ്റ് മീ. ഓക്കെ, ഇങ്ങനെ പറയാം, ലുക്ക് അറ്റ് മീ. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ലുക്ക് അറ്റ് മീ. ഇതുപോലെ തന്നെ നമുക്ക് പറയാവുന്നതാണ് ഇവിടെ നോക്ക്. ഓക്കെ, ഇവിടെ നോക്ക്. എങ്ങനെയാ പറയാ? ലുക്ക് ഹിയർ. ഓക്കെ, ലുക്ക് ഹിയർ. ഓക്കെ, ഇപ്പം നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കുഞ്ഞ് പഠിക്കണതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ നോക്കുക. അപ്പോൾ നമ്മൾ പറയും ഇവിടെ നോക്ക് കൂട്ടാ, ഇവിടെ നോക്ക് മോനെ എന്ന് പറയും അല്ലേ? എങ്ങനെ പറയാ? ലുക്ക് ഹിയർ. ഓക്കെ, ഇതും പറഞ്ഞ് ഇന്ന് മുതൽ ലുക്ക് അറ്റ് മീൻ ലുക്ക് ഹിയർ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കരുത്. നമ്മൾ ബാക്കി കുറേ കൂടിയൊക്കെ കുട്ടികളുടെ അടുത്ത് സംസാരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീഡിയോയുടെ അവസാനത്തിൽ നമ്മൾ പേഴ്സണൽ മെൻറ്ററിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ 9 മണി തുടങ്ങി രാത്രി 11 മണി വരെ പേഴ്സണൽ ട്രെയിനറുടെ അടുത്ത് 1-on-1 പേഴ്സണൽ കോച്ചിങ്ങിലൂടെ നമുക്ക് ലാംഗ്വേജ് പഠിക്കാവുന്ന ഒരു ഓപ്ഷൻ. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കോൺടാക്ട് ചെയ്യണം. നമ്മുടെ യൂട്യൂബ് വീഡിയോസ് മാത്രമല്ല, നമ്മൾ സംസാരിച്ച് കേട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, വേറെ ഒരാളും അറിയുന്ന പേടിയും വേണ്ട. ആ ട്രെയിനറുടെ നിങ്ങളും ട്രെയിനറും മാത്രമായിരിക്കും ആ സമയത്ത് അവൈലബിൾ ആയിട്ടുണ്ടാകുക. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് കറക്റ്റ് ചെയ്ത് നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങളെ മനോഹരമായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 5ാമത്തെ സെൻറ്റൻസിലേക്ക് കിടക്കാം. 5ാമത്തെ സെൻറ്റൻസാണ് എനിക്കറിയാം എന്ന് പറയും അല്ലേ? നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ മക്കൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞോണ്ടിരിക്കുക എന്ന് പറയും, നീ അതൊന്നും പറയണ്ട, എനിക്കറിയാം എന്നിങ്ങനെ പറയാം? ഐ നോ. ഓക്കെ, ഐ നോ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, ഐ നോ. എനിക്കറിയില്ല എന്നിങ്ങനെ പറയാം? ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഐ ഡോണ്ട് നോ എന്ന് പറയും അല്ലേ? ഐ ഡോണ്ട് നോ. ഓക്കെ, അപ്പോൾ ഐ നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയാമെന്നും ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്നുമാണ്. നീ എന്താ എന്നോട് ഉത്തരം പറയാത്തത്? ഇടയ്ക്ക് നമ്മുടെ മക്കളുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പിടിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവന്മാരും മിണ്ടാണ്ട് പറയും നീ എന്ത് ഉത്തരം പറയാത്തത്?
ഇങ്ങനെ ഇംഗ്ലീഷ് പറയാം, വൈ ആർ യു നോട്ട് ആൻസറിങ് മീ. ഓക്കെ, വൈ ആർ യു നോട്ട് ആൻസറിങ് മീ, നീ എന്തുകൊണ്ട് എന്നോട് ഉത്തരം പറയാത്തത്, വൈ ആർ യു നോട്ട് ആൻസറിങ് മീ. ഓക്കെ, അടുത്ത പ്രാവശ്യം മക്കളോട് ചോദിച്ചേക്കണം എങ്ങനെ, വൈ ആർ യു നോട്ട് ആൻസറിങ് മീ. ഓക്കെ, എൻ്റെ ഒപ്പം വേണമെങ്കിൽ ഒന്ന് ചോദിച്ചോ, വൈ ആർ യു നോട്ട് ആൻസറിങ് മീ. നമ്മളിങ്ങനെയൊക്കെ ചോദിച്ചാലും മക്കൾ ചിലപ്പോൾ ഒരു അക്ഷരം പറയില്ല, കാരണം അവരുടെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കും, നീ എന്താ മിണ്ടാത്ത, നീ എന്താ സംസാരിക്കാത്ത എന്ന് പറയും അല്ലേ. എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക, വൈ ആർ യു സൈലൻറ്റ്. ഓക്കെ, വൈ ആർ യു സൈലൻറ്റ്. ഓക്കെ, വൈ ആർ യു സൈലൻറ്റ്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഒപ്പം പറഞ്ഞു, വൈ ആർ യു സൈലൻറ്റ്. ഇതെന്താ. ഓക്കെ, ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞതിൻ്റെ ഇടയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതെന്താ. ഒരു കള്ളത്തരമൊക്കെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു മിസ്റ്റേക്ക് ഫൈൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ നേരത്തെ പറഞ്ഞ 2 ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടാകുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചോദിക്കും ഇതെന്താ. എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക, വാട്ട് ഈസ് ദസ്, വാട്ട് ഈസ് ദസ്. ഓക്കെ, എങ്ങനെ ചോദിക്കുക, വാട്ട് ഈസ് ദസ്. ഓക്കെ, എൻ്റെ ഒപ്പം ചോദിച്ച് വാട്ട് ഈസ് ദിസ്. അതെന്താന്ന് ഇങ്ങനെ ചോദിക്കുക, വാട്ട് ഈസ് ദാറ്റ്. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ്. ഇതെന്താന്ന് ഇങ്ങനെ ചോദിക്കുക, വാട്ട് ഈസ് ദിസ്. ഓക്കെ, വാട്ട് ഈസ് ദിസ്. നമ്മളിതൊക്കെ ചോദിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കൊച്ചു ചിലപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് കരയാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ചോദിക്കും എന്താ പറ്റിയേ എന്ന് ചോദിക്കും അല്ലേ, എന്ത് പറ്റി, എന്ത് പറ്റി. പല റീസണിൽ നമ്മൾ ചോദിക്കും എന്ത് പറ്റി എന്ന്, പല ആളുകളോടും മക്കളോടൊക്കെ ചോദിക്കും എന്ത് പറ്റി. ചിലപ്പോൾ നമ്മുടെ മഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഭയങ്കര സാഡായിട്ടായിരിക്കും വരുന്നുണ്ടാവുക, ഭയങ്കര വിഷമമായിരിക്കും ചിലപ്പോൾ അവരുടെ മുഖത്ത്. നിങ്ങൾ ചോദിക്കും എന്ത് പറ്റി എന്ന് ചോദിക്കും. എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക, വാട്ട് ഹാപ്പൻഡ്, വാട്ട് ഹാപ്പൻഡ്. ഓക്കെ, എങ്ങനെ ചോദിക്കുക, വാട്ട് ഹാപ്പൻഡ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷെ എന്നാലും നമ്മുടെ ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്ന് തുടങ്ങി ഉപയോഗിക്കാൻ തുടങ്ങണം. എങ്ങനെ, വാട്ട് ഹാപ്പൻഡ്, വാട്ട് ഹാപ്പൻഡ്. നീ എന്താ കഴിച്ചേ. ഓക്കെ, നീ എന്താ കഴിച്ചേ എന്ന് ചോദിക്കല്ലേ. ഓക്കെ, ചില സമയത്ത് നമ്മൾ നേരം വൈകി വരുമ്പോൾ മക്കളോട് പറയും ഇതൊക്കെ എടുത്ത് കഴിച്ചേക്കണം കേട്ടോ, അല്ലെങ്കിൽ അപ്പയുടെ കൂടെ ചിലപ്പോൾ ഒരു ട്രിപ്പ് പോയേക്കായിരിക്കും വിചാരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോസ്പിറ്റലോ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി കഴിയുമ്പോൾ കുഞ്ഞു പറയുകയാണ് അപ്പം ഞാനും കൂടി റെസ്റ്റോറൻറ്റിലൊക്കെ കയറി നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടോ എന്ന് ചോദിക്കും. അമ്മമാർ ചോദിക്കും നീ എന്താ കഴിച്ചേ എന്ന് ചോദിക്കല്ലേ. എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക, വാട്ട് ഡിഡ് യു ഈറ്റ്. ഓക്കെ, വാട്ട് ഡിഡ് യു ഈറ്റ്. ഓക്കെ, എങ്ങനെയാണ് ചോദിക്കുക, വാട്ട് ഡിഡ് യു ഈറ്റ്. അപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് ചോദിക്കണം എങ്ങനെ, വാട്ട് ഡിഡ് യു ഈറ്റ്. ഇനി അവസാനത്തെ സെൻറ്റൻസിലേക്ക്, 10ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാണ്. നമുക്കൊരു കളി കളിക്കാം. ഓക്കെ, നമുക്കൊരു കളി കളിക്കാം. ഓക്കെ, ഞാൻ എപ്പോഴും നമ്മുടെ പാരൻറ്റിങ് സെഷനിലൊക്കെ സ്കൂൾസിലൊക്കെ പാരൻസിൻ്റെ സെഷൻ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയും കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കേണ്ടത് പാരൻസാണ്. അപ്പോൾ ഇടയ്ക്ക് സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ തിരിച്ചു വന്നു കഴിയുമ്പോൾ നമ്മൾ അവരോട് പറയണം നമുക്കൊന്ന് കളിച്ചാലോ, നമുക്കൊരു കളി കളിച്ചാലോ. ഓക്കെ, എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, ലെറ്റ്സ് പ്ലേ എ ഗെയിം. ഓക്കെ, ലെറ്റ്സ് പ്ലേ എ ഗെയിം. നമുക്കൊരു കളി കളിക്കാം. ഓക്കെ, എങ്ങനെ പറയാം, ലെറ്റ്സ് പ്ലേ എ ഗെയിം. ഓക്കെ, നമുക്ക് കളിക്കാം, ലെറ്റ്സ് പ്ലേ എ ഗെയിം. ഓക്കെ, നമുക്കൊരു കളി കളിക്കാം, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കളിക്കാം എന്ന് പറയാം. എങ്ങനെ, ലെറ്റ്സ് പ്ലേ. ഓക്കെ, അപ്പോൾ കുട്ടികളോട് സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസസ് ആണ് നമ്മളൊന്ന് പഠിച്ച്. ഓക്കെ, നമ്മൾ ഈ കുറച്ച് സെൻറ്റൻസസ് പഠിപ്പിക്കുന്നതിൻ്റെ ബേസിക് കാര്യം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ സെൻറ്റൻസസ് പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് കുറച്ച് സെൻറ്റൻസസ് വെച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ 10-12 സെൻറ്റൻസസ് ഉണ്ട്. ഇതെല്ലാം എഴുതിയെടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസാണ് നമ്മളെ കൂടുതൽ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഒപ്പം നിങ്ങൾക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്ഷനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതിന് താല്പര്യമുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിന് കൂടെ ജോയിൻ ചെയ്തേക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ശനിയാഴ്ച കാണാം. Until then, it's bye from Linto.